വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഒരു കഥ കേട്ടാലോ? ഒരു വ്യാപാരി കടത്തിൽ മുങ്ങിപ്പോയിരുന്നു. അതിൽ നിന്ന് പുറത്തു വരാൻ യാതൊരു വഴിയും അയാൾ കാണുന്നുണ്ടായിരുന്നില്ല. കടം കൊടുത്തിരുന്നവർ അയാളെ വളഞ്ഞു. സാധനങ്ങൾ കൊടുത്തിരുന്നവർ പണം ചോദിച്ചു. അയാൾ ആകെ വിഷമിച്ച് തലയിൽ കൈവച്ച് ഒരു ഉദ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു. അയാളുടെ കമ്പനി ദിവാലാകുന്നതിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാം എന്ന് അയാൾ ആലോചിച്ചു. പെട്ടെന്നൊരു വയസ്സായ മനുഷ്യൻ അയാളുടെ മുന്നിൽ വന്നു. നിങ്ങളെ എന്തോ ഒരു വലിയ പ്രശ്നം അലട്ടുന്നു എന്ന് തോന്നുന്നു. എന്താ പ്രശ്നം? അദ്ദേഹം ചോദിച്ചു. ആ വ്യാപാര നിർവഹണ അധികാരി എല്ലാം തുറന്നു പറഞ്ഞു. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് വയസ്സൻ പറഞ്ഞു. അദ്ദേഹം അയാളുടെ പേര് ചോദിച്ചു. ഒരു ചെക്ക് ലീഫ് എടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ പണം വെച്ചുകൊള്ളൂ. ശരിക്കും 1 കൊല്ലം കഴിയുമ്പോൾ ഈ പണം എനിക്ക് തിരിച്ചു തരണം. വയസ്സൻ വന്ന പോലെ തന്നെ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ആ വ്യവസായി കയ്യിലുള്ള ചെക്ക് ലീഫിലേക്ക് നോക്കി. അത് ജോൺ ഡി റോക്കഫെല്ലർ എന്ന് കയ്യൊപ്പിട്ട $50,000 ഒരു ചെക്ക് ലീഫായിരുന്നു. ആ പണം കൊണ്ട് തൻ്റെ കഷ്ടപ്പാടുകൾ പെട്ടെന്ന് തീർക്കാൻ കഴിയും എന്ന് അയാൾക്കറിയാമായിരുന്നു. പക്ഷേ അയാൾ അങ്ങനെ ചെയ്യാതെ ആ ചെക്ക് ലീഫ് അലമാരയിൽ കൊണ്ടുവച്ച് ആ ചെക്ക് ലീഫ് തനിക്ക് വ്യാപാരത്തിനെ രക്ഷിക്കാനുള്ള ശക്തി തരുമെന്ന് വിശ്വസിച്ചു. വളരെ ശുഭപ്രതീക്ഷയോടെ നല്ല രീതിയിലുള്ള ബിസിനസ് ചർച്ചകൾ ചെയ്തു. കൊടുക്കുവാനുള്ള പണത്തിന് ഒരു നിശ്ചിത വ്യവസ്ഥ വരുത്തി. ചില മാസങ്ങളിൽ നല്ല വിധത്തിലുള്ള വ്യാപാരങ്ങൾ ചെയ്ത് അയാൾ കടത്തിൽ നിന്ന് പുറത്തു വന്നു എന്നു മാത്രമല്ല, പണം സമ്പാദിക്കാനും തുടങ്ങി. ശരിക്കും 1 കൊല്ലത്തിന് ശേഷം ആ വ്യാപാരി ചെക്ക് ലീഫുമായി വീണ്ടും ആ ഉദ്യാനത്തിൽ വന്നു. പറഞ്ഞ സമയത്ത് തന്നെ ആ വയസ്സനും അവിടെ എത്തി. ചെക്ക് ലീഫ് തിരിച്ചു കൊടുത്ത് ആ വ്യാപാരി തൻ്റെ വിജയകരമായ കഥ ആ വയസ്സിനോട് പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു നേഴ്സ് ഓടി വന്ന് ആ വയസ്സിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഇദ്ദേഹം നിങ്ങളെ ശല്യപ്പെടുത്തിയില്ല എന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും വിശ്രമ കേന്ദ്രത്തിൽ നിന്ന് പുറത്തുപോയി ഞാൻ ജോൺ ഡി റോക്കഫെല്ലർ ആണെന്ന് ആളുകളോട് പറയുന്നു. അവരദ്ദേഹത്തെ കൈപിടിച്ചു കൊണ്ടുപോയി. വ്യാപാരി ഞെട്ടിപ്പോയി. 1 കൊല്ലമായി തൻ്റെ കയ്യിൽ $50,000 ഉണ്ടെന്ന് കരുതുകയാണ് വാങ്ങുകയും വിൽക്കുകയും വ്യാപാരത്തിൽ പല ക്രയവിക്രയങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ പണമല്ല, അയാളുടെ ആത്മധൈര്യമാണ് ജീവിതത്തെ മാറ്റിമറിച്ചതും എല്ലാ കാര്യങ്ങളിലും വിജയിക്കാനുള്ള ശക്തി നൽകിയതും. ആത്മവിശ്വാസവും ആത്മധൈര്യവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസമില്ലെങ്കിൽ ആർക്കും നമ്മളെ സഹായിക്കാൻ സാധിക്കുകയില്ല.